ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർപ്പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അവർ സച്ചിയും അതുപോലെ നമ്മുടെ ആമയും കൂടി പുറത്തൊക്കെ പോയിട്ട് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ വരികയാണ്. ഇതേ സമയത്ത് രേവതിയുടെ മനസ്സിലേക്ക് തീ കോരിയിടുന്നുണ്ട് ശ്രുതി. അങ്ങനെ അതിനുശേഷം ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി എല്ലാവരും അങ്ങനെ ഇരിക്കുകയാണ്. ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്നിച്ച് അവരങ്ങനെ കിടക്കാൻ പോവുകയാണ് നമ്മുടെ രേവതിയും ആമയും കൂടിയിട്ട്. അപ്പം സച്ചിയുടെ കാര്യമാണ് പറയുന്നത്. സച്ചി അല്ലെങ്കിൽ എന്നെ നല്ല കെയറിങ് തന്നെയാണ്. ഞാൻ അന്ന് വീഴാൻ പോയപ്പോൾ കണ്ടില്ല എന്നെ പിടിച്ചതൊക്കെ, അതുകൊണ്ട് സച്ചി എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ പുകഴ്ത്തി സംസാരിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, ഓ അതൊരു പ്രാവശ്യം വീണപ്പോൾ പിടിച്ചെന്നല്ലേ ഉള്ളൂ, അതിൽ വലിയ കാര്യമൊന്നുമില്ല, ഇനി അടുത്ത പ്രാവശ്യം വീഴുമ്പോൾ പിടിക്കണം എന്നൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ നീ നോക്കിക്കോ എന്നെ അവൻ കെയർ ചെയ്യും, ഞാൻ അപ്പം എന്നാൽ നമുക്ക് ബെറ്റ് വെച്ചാലോ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ബെറ്റൊക്കെ വെക്കുന്നുണ്ട്. അപ്പം രേവതിയെയും മുന്തിക്കൊണ്ട് നമ്മുടെ ആമി അവിടേക്ക് വരികയാണ്, ഈ ഒരു ഭക്ഷണം കഴിക്കുന്ന ഇടയിലേക്ക്. അപ്പം എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. സച്ചി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് ആമി രേവതിയുടെ ചെവിട്ടിൽ എങ്ങനെ പറയാണ്, ഞാനിപ്പോൾ വീഴും നോക്കിക്കോ, അവനിപ്പോൾ എന്നെ പിടിക്കും, വേഗം തന്നെ നീ ആ ബെറ്റിൻ്റെ പൈസ അവിടെ എടുത്തു വെച്ചോ എന്ന് പറഞ്ഞിട്ട് കാല് തെന്നി വീണ പോലെ സച്ചിയുടെ അരികിലേക്ക്, സച്ചിയുടെ ദേഹത്തേക്ക് എന്ന രീതിയിലാണ് വീഴുന്നത്. പക്ഷേ സച്ചി ആണെങ്കിൽ ആ സമയം മാറി നിൽക്കുകയാണ്. അവൻ്റെ ദേഹത്തേക്ക് വീഴാൻ പോകുമ്പോൾ അവൻ മാറി നിൽക്കുകയും ആമി അവിടെ നിലമടിച്ച് പത്തക്കോം എന്നും പറഞ്ഞ് അവിടെ വീഴുകയും ചെയ്യുകയാണ്. എല്ലാവരും അയ്യോ എന്ന് പറയുന്ന സമയത്ത് രേവതിയാണെങ്കിൽ കൈകൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ആമിക്ക് അക്കിടി പറ്റിയ പോലെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം ആമി സച്ചിയെ വഴക്ക് പറയുന്നുണ്ട്, നീ എന്താണ് എന്നെ പിടിക്കാഞ്ഞത് എന്നൊക്കെ ചോദിച്ച് വഴക്ക് പറയുന്നുണ്ട്. എന്തായാലും ഈ ബെറ്റിൽ നമ്മുടെ രേവതിയാണ് ജയിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.